ചില ഡ്രസ്സിനെ എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുകയാണ്, ഞാൻ പറയുന്ന വചനങ്ങൾ കേൾക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ നല്ല അടിസ്ഥാനമുള്ള വീട് പണിതവന് തുല്യനാണ്. കാരണം എന്താണ്? അത് ഒരുപാട് പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ അത് പിടിച്ചു നിന്നു എന്നുള്ളതാണ്. യേശു പറയുകയാണ്, പക്ഷെ ഞാൻ പറയുന്ന വചനങ്ങൾ കേൾക്കുകയും പക്ഷെ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അടിത്തറയില്ലാത്ത വീട് കെട്ടിയവനും തുല്യനാണ്. കാരണം എന്താണ്? അത് ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ, പ്രതിബന്ധങ്ങളൊക്കെ വന്നപ്പോൾ അത് വളരെ പെട്ടെന്ന് തകർന്നു പോയി എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു ഉപമയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറഞ്ഞത്. കാരണം നമ്മൾ ഓൾറെഡി കുറച്ച് വെള്ളപ്പൊക്കങ്ങളൊക്കെ കണ്ടതാണ്, പ്രകൃതി ദുരന്തങ്ങളൊക്കെ കണ്ടതാണ്. നമുക്കറിയാം, അതിനെയൊക്കെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ, ശക്തമായ വെള്ളപ്പൊക്കത്തെയൊക്കെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള നീരൊഴുക്കിനെ പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ ശക്തമായ അടിത്തറ ആവശ്യമാണ്. ഈശോ ഇന്നത്തെ സുവിശേഷ ഭാഗത്തില് ഈശോ നമ്മളോട് പറയുകയാണ്, വിശ്വാസ ജീവിതവും ഇതുപോലെ തന്നെയാണ്. ഈശോ പറയുന്ന വചനങ്ങൾ കേൾക്കുക മാത്രം ചെയ്താൽ നിങ്ങൾ ഈ അടിത്തറയില്ലാതെ വീട് പണിതും പക്ഷെ അതിന് അടിത്തറയില്ലാതെ പണിത ഒരു മനുഷ്യന് തുല്യനാണ്. ഇത് തന്നെയാണ് ഇന്നത്തെ ലേഖനപാതയിലെ യാക്കോബ് സ്ലീഹ പറയുന്നത്, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വചനം കേട്ടാൽ മാത്രം പോരാ, അതിനനുസരിച്ച് പ്രവർത്തിക്കുക കൂടി വേണം. നമ്മൾ എല്ലാവരും വചനം കേൾക്കുന്നവരാണ്. ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഈ വചനം കേൾക്കുന്നുണ്ട്. അതിങ്ങനെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാതെ നമ്മൾ വചനം കേട്ട് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കണം. ഓരോ ദിവസവും നമ്മൾ വചനം കേൾക്കുമ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ശക്തമായ ഒരു അടിത്തറയായിട്ട് മാറും. ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും, ഏതൊക്കെ ദുരന്തങ്ങൾ വന്നാലും എൻ്റെ വിശ്വാസ ജീവിതം ഇങ്ങനെ ഉലയാതെ തകരാതെ നല്ല ശക്തമായ അടിത്തറമേൽ നിലനിൽക്കുമെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമുക്ക് ഉറപ്പ് നൽകുകയാണ്. നമ്മളവരെ ഇന്നത്തെ സുവിശേഷ ഭാഗമായി ചെയ്യുമ്പോൾ വചനം കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.